ഫോമിംഗ് ഓഫ് ക്രെഡിറ്റ് പോളിസി. എങ്ങനെയാണ് ക്രെഡിറ്റ് പോളിസി ഫോം ചെയ്യുന്നത്? ദ എഫിഷ്യൻറ്റ് മാനേജ്മെൻറ്റ് റിസീവബിൾ സെർട്ടൻ മസ്റ്റ് അഡോപ്റ്റ് എ ക്രെഡിറ്റ് പോളിസി. നമ്മളൊരു ക്രെഡിറ്റ് പോളിസി ഫോം ചെയ്യണം. അതായത് പോളിസി റിലേറ്റഡ് ടു ഡിസൈൻ ക്രെഡിറ്റ് സ്റ്റാൻഡേർഡ്. എങ്ങനെയാണ് ക്രെഡിറ്റ് സ്റ്റാൻഡേർഡ്? അതായത് ഇത്ര രൂപയ്ക്ക് ഇത്ര രൂപ, ഇത്ര രൂപയ്ക്ക് ഇത്ര സമയം, അതൊക്കെയാണ്. ലെങ്ത് ഓഫ് ക്രെഡിറ്റ് പീരീഡ്, നമ്മൾ എത്ര സമയം വരെ ക്രെഡിറ്റ് പീരീഡ് കൊടുക്കും. ക്യാഷ് ഡിസ്കൗണ്ട് പീരീഡ്, ക്യാഷ് ഡിസ്കൗണ്ട്, അതിൽ എത്ര നാൾ ഡിസ്കൗണ്ട് പീരീഡ് കൊടുക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ക്രെഡിറ്റ് പോളിസിയിൽ ഫോം ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആദ്യം നോക്കുന്നത് ക്വാളിറ്റി ഓഫ് ട്രേഡ് അക്കൗണ്ട് ഓർ ഓഫ് ക്രെഡിറ്റ് സ്റ്റാൻഡേർഡ്. ട്രേഡ് അക്കൗണ്ടിന് എത്രയാണ് ക്രെഡിറ്റ് സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യുന്നത്? ദ വോളിയൂം ഓഫ് സെയിൽസ് വിൽ ബി ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ ക്രെഡിറ്റ് പോളിസി ഓഫ് ദ കൺസേൺ. അതായത് നമ്മൾ എത്ര രൂപയുടെ സെയിലാണ് നടക്കുന്നത് അതിനനുസരിച്ചാണ് ഈ ക്രെഡിറ്റ് പോളിസി വരുന്നത്. ലിബറലൈസിങ് ക്രെഡിറ്റ് പോളിസി, ദ വോളിയൂം ഓഫ് സെയിൽസ് ഇൻക്രീസ് റിസൾട്ടിങ് ദ ഇൻക്രീസ്ഡ് പ്രോഫിറ്റ്. അതായത് ലിബറലായിട്ടുള്ള ക്രെഡിറ്റ് പോളിസി ആണെങ്കിൽ എപ്പോഴെങ്കിലും തന്നാൽ മതി എന്നുള്ള രീതിയിലുള്ള വളരെ ലിബറലായിട്ടുള്ള ക്രെഡിറ്റ് പോളിസി ആണെങ്കിൽ അവിടെ എന്താണ്, ഇൻക്രീസ് ദ സെയിൽസ് ഇൻക്രീസ് ചെയ്യും. വോളിയൂം ഓഫ് സെയിൽസ് ക്യാൻ ബി ഇൻക്രീസ്ഡ് റിസൾട്ടിങ് ഇൻക്രീസ്ഡ് പ്രോഫിറ്റ്. സെയിൽസ് കൂടും, പ്രോഫിറ്റും കൂടും. ദ ഇൻക്രീസ്ഡ് വോളിയൂം ഓഫ് സെയിൽസ് അസോസിയേറ്റഡ് വിത്ത് സർട്ടൺ റിസ്ക്. ഇങ്ങനെ സെയിൽ കൂടിക്കഴിഞ്ഞാൽ അതിൽ കുറച്ച് റിസ്ക് ഉണ്ട്. ദ റിസ്ക് നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് വിൽ ഇൻക്രീസ് ക്ലറിക്കൽ ഓഫ് മെയിൻറ്റെയിനിങ് അഡീഷണൽ അക്കൗണ്ട് കളക്ടിങ് ഇൻഫർമേഷൻ അബൌട്ട് ദ ക്രെഡിറ്റ് വർത്തിനെസ് ഓഫ് ദ കസ്റ്റമേഴ്സിൻ്റെ ക്രെഡിറ്റ് വർത്തിനെസ് അനുസരിച്ച് മാത്രമേ നമ്മൾ കടം കൊടുക്കാനായിട്ട് പാടുള്ളൂ. ദീസ് കസ്റ്റമേഴ്സ് മേ ഓൾസോ ടേക്ക് മോർ ദാൻ നോർമലി അലൗഡ് മേക്കിംഗ് പേയ്മെൻറ്റ് റിസൾട്ടിങ് ടൈപ്പിംഗ് ഓഫ് അഡീഷണൽ ക്യാപിറ്റൽ റിസർവ്സ്. അതായത് നമുക്ക് എന്താണ്, ഇത് മെയിനായിട്ട് മോർ ടൈം നമുക്ക് അലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ടുള്ള സാധ്യത, ഇത് ബാഡ് ഡെറ്റ് ആയിട്ട് മാറാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഫിനാൻസ് മാനേജർ ഹാസ് ടു മാച്ച് ഇൻക്രീസ്ഡ് റവന്യൂ വിത്ത് അഡീഷണൽ കോസ്റ്റ്. അഡീഷണൽ കോസ്റ്റ് ഇല്ലാതെ നമ്മൾ, അതായത് നമുക്കിപ്പോൾ നമ്മൾ ഇപ്പോൾ പൈസ റേസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഡേ ടു ഡേ അബേഴ്സ് മീറ്റ് ചെയ്യാൻ ഫണ്ടില്ലാതെ വന്നാൽ നമുക്ക് ലോൺ എടുക്കേണ്ടതൊക്കെ വരും. അങ്ങനെ ലോൺ എടുത്ത് അവിടെ നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അത് നമ്മളെ സംബന്ധിച്ച് നഷ്ടമാണ്. അപ്പോൾ അത് മാച്ച് ചെയ്യുന്ന തരത്തിൽ വേണം പ്രോഫിറ്റബിലിറ്റി ഡിസൈഡ് ചെയ്യാനായിട്ട്. ദ ഒപ്റ്റിമൽ ലെവൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് റിസീവബിൾ ഷുഡ് ബി വെർ ദർ ഇസ് എ ട്രേഡ് ഓഫ് ബിറ്റ്വീൻ കോസ്റ്റ് ആൻഡ് പ്രോഫിറ്റ്. എപ്പോഴും നമ്മൾ നോക്കുന്ന രണ്ട് കാര്യങ്ങൾ, ഒന്ന് കോസ്റ്റും ഒന്ന് പ്രോഫിറ്റും ആണ് മെയിനായിട്ട്. അപ്പോൾ അതാണ് ആദ്യം സ്റ്റാൻഡേർഡ്സ്. രണ്ടാമത്തെ വരുന്നത് ക്രെഡിറ്റ് പീരീഡ്. എത്ര പീരീഡ് കൊടുക്കണം? ക്രെഡിറ്റ് അലൗഡ് ടു കസ്റ്റമേഴ്സ് ഫോർ മേക്കിംഗ് പേയ്മെൻറ്റ് സർട്ടൻ ക്യാഷ് ഡിസ്കൗണ്ട്. എത്ര പീരീഡാണ് കൊടുക്കേണ്ടത്? ക്രെഡിറ്റേഴ്സ് ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കൺസേൺ ഫിക്സസ് ഓൺ ടേംസ് ഓഫ് ക്രെഡിറ്റ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ കസ്റ്റമേഴ്സ് ആൻഡ് വോളിയൂം ഓഫ് സെയിൽസ്. നമ്മൾ ക്രെഡിറ്റ് അലോട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സെയിൽസിൻ്റെ വോളിയൂം, കസ്റ്റമേഴ്സിൻ്റെ എണ്ണം ഒക്കെ നമ്മൾ കൺസിഡർ ചെയ്യണം. ദ കോമ്പറ്റീറ്റീവ് പേഴ്സൺ ഫ്രം അതർ ഫേംസ് കോൺസെപ്റ്റ് ടു ഫോളോ ഫെമിലിയർ ക്രെഡിറ്റ് ടേംസ്. നമ്മൾ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള, അതായത് മുന്നേ ഉള്ള ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഫേമുകളൊക്കെ ആണെങ്കിൽ അവർ നമ്മൾ ക്രെഡിറ്റ് പോളിസി നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ടായിരിക്കും. സംടൈംസ് മോർ ക്രെഡിറ്റ് ടു ബി അലൗഡ് ഇൻക്രീസ് ദ സെയിൽസ് എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ് ആൻഡ് അട്രാക്റ്റ് കസ്റ്റമേഴ്സ്. ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? ഈ ക്രെഡിറ്റ് പീരീഡ് ചില സമയത്ത് നീക്കി കൊടുക്കണം. എപ്പോഴും നമുക്ക് സെയിൽസ് കൂടുകയാണ് വേണ്ടത്, പ്രോഫിറ്റ് കൂടാൻ വേണ്ടി സെയിൽസ് കൂടണം. അപ്പോൾ ആ സെയിൽസ് കൂടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് പീരീഡ് അലോട്ട് ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യും. ഇനി ക്യാഷ് ഡിസ്കൗണ്ട് ഈസ് allowed to expedite the collection of receivables. The concern will be able to use additional funds received the expedited collection due to cash discount. എക്സ്പെഡിറ്റഡ് അവിടെ നമ്മൾ പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ഡിസ്കൗണ്ടാണ്, ക്യാഷ് ഡിസ്കൗണ്ട് നമ്മൾ പ്രോംപ്റ്റ് പേയ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ പറഞ്ഞ ഡേറ്റിന് തന്നെ പൈസ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? പ്രോംപ്റ്റ് പേയ്മെൻറ്റ് നടത്തേണ്ടതായിട്ട് വരും. അതായത് ആ സമയത്ത് തന്നെ ഡിസ്കൗണ്ട് പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ട് വരും. പ്രോംപ്റ്റ് പേയ്മെൻറ്റ് നടത്തുമ്പോൾ ഡിസ്കൗണ്ട് പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ട് വരും. കറക്റ്റായിട്ട് അതാണ് ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ. ഇനി അതേപോലെ തന്നെ ഡിസ്കൗണ്ട് പീരീഡ് ഉണ്ട്. അതിൽ എത്ര പീരീഡ് കൊടുക്കണം? ചില സമയങ്ങളിൽ നമ്മൾ 2 ആഴ്ചയാണ് പൈസ അടയ്ക്കാനുള്ള സമയം. അത് കഴിഞ്ഞാൽ 3 ദിവസം കൂടി ഡിസ്കൗണ്ട് പീരീഡ് കൊടുക്കും. അതിൻ്റെ ഉള്ളിൽ പൈസ മസ്റ്റായിട്ട് അടച്ചാൽ എങ്കിൽ മാത്രമേ ക്യാഷ് ഡിസ്കൗണ്ട് കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മളിപ്പോൾ എന്ത് കാര്യത്തിനായാലും ഒരു ഡേറ്റ് പറയുള്ളൂ, ഇത്ര സമയം, ആ സമയത്തിനുള്ളിൽ നമ്മൾ അടയ്ക്കണം. അല്ലെങ്കിൽ നമുക്കത് ഓഫറായാലും കാര്യങ്ങളായാലും നമുക്ക് കിട്ടില്ല. അതാണ് ഡിസ്കൗണ്ടിങ് പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ആദ്യം സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യണം. പിന്നെ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് പീരീഡ് എത്ര കൊടുക്കണം എന്ന് നോക്കും. പിന്നെ നമ്മൾ ക്യാഷ് ഡിസ്കൗണ്ട് കൊടുക്കും. പിന്നെ എന്ത് ചെയ്യും? ഡിസ്കൗണ്ട് പീരീഡ്, ഒരു പീരീഡ് ഡിസ്കൗണ്ട് ചെയ്യാനായിട്ട് നമ്മൾ വിട്ടുകൊടുക്കും. അതാണ് മെയിനായിട്ട് റിസീവബിൾ മാനേജിന് വരുന്ന ഒരു ഭാഗം. ഓക്കെ.